രാഹുൽ പാലക്കാട്ടേക്ക് വരുമ്പോൾ ഇനി പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല, സസ്പെൻഷനിലാണ്. അതുകൊണ്ട് തന്നെ മറ്റേത് രീതിയിൽ രാഹുലിനെ സഹകരിപ്പിച്ചുകൊണ്ട് മണ്ഡലത്തിൽ സജീവമാക്കാം, ഈ കാര്യങ്ങളാണ് ഷാഫിയുടെ നേതൃത്വത്തിൽ ഇന്നലെ എ ഗ്രൂപ്പ് യോഗം ചേർന്ന് അതിൽ തീരുമാനമായത്. ക്ലബ്ബുകളുടെയോ സന്നദ്ധ സംഘടനകളുടെയോ പരിപാടിയിൽ രാഹുലിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടെ സജീവമാക്കുക എന്നുള്ളതാണ് ഷാഫിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം എ ഗ്രൂപ്പിൻ്റെ യോഗം ചേരുകയും അതിൽ തീരുമാനമായതും. ഇന്നലെ ഷാഫി ഒരു വ്യക്തിപരമായ ആവശ്യത്തിന്, ഒരു കല്യാണ ആവശ്യത്തിന് വേണ്ടിയാണ് പാലക്കാട്ടേക്ക് എത്തിയത്. അതിനുശേഷമാണ് അടുത്ത ചില സുഹൃത്തുക്കളായ എ ഗ്രൂപ്പിലെ സുഹൃത്തുക്കളുമായി യോഗം ചേർന്നതും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. പക്ഷേ അതേസമയം തന്നെ ഈ വാർത്ത ഷാഫി നിഷേധിക്കുകയാണ്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഷാഫി പറയുന്നത്. സി ചന്ദ്രൻ്റെ വീട്ടിൽ വച്ചല്ല യോഗം ചേർന്നതെന്ന് സി ചന്ദ്രനും വ്യക്തമാക്കി. അപ്പം ഞാനിവിടെ സ്ഥലത്തില്ലാത്ത സമയത്ത് ഇവിടെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഗ്രൂപ്പ് യോഗം ചേർന്നു എന്നുള്ളൊരു വാർത്ത അത് സത്യത്തിന് നിരക്കാത്തതാണ്. അതേസമയം MLA എന്നുള്ള രീതിയിൽ രാഹുൽ പാലക്കാട് വന്ന് പരിപാടിയിൽ പങ്കെടുത്താൽ സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു വ്യക്തമാക്കിയത്. കോൺഗ്രസിന്റെ പരിപാടി പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ പുറത്താക്കിയ ഒരാള് പിന്നെ കോൺഗ്രസിന്റെ പരിപാടി പങ്കെടുക്കാൻ വരേണ്ടതില്ലല്ലോ സാധാരണഗതിയിൽ. അതായത് ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കരുത്, അത് ഗുണമല്ല. BJPയുടെ ഭാഗത്തു നിന്നും സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാകും. ഏതായാലും രാഹുൽ വന്നതിന് ശേഷം വലിയൊരു പ്രതിഷേധത്തിനായിരിക്കും പാലക്കാട് വേദിയാകാൻ പോകുന്നതെന്ന് ഉറപ്പാണ്. അത് ഏത് രീതിയിലായിരിക്കും നേരിടുക? കോൺഗ്രസിന് സ്വാഭാവികമായും രാഹുലിന് സംരക്ഷണം ഒരുക്കാൻ കഴിയില്ല. സ്വാഭാവികമായും പൂർണ്ണമായും പോലീസായിരിക്കും രാഹുലിന് സംരക്ഷണം ഒരുക്കുക. അപ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഏതെല്ലാം രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പാലക്കാട് ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ കണ്ടറിയാം.